ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുന്നിലെത്തുന്ന ഫയലിൽ എല്ലാം സ്പന്ദിക്കുന്നത് ജീവിതമാണ്. ഓരോ ആളുടെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ജീവൽ പ്രശ്നങ്ങളാണ് ഫയലിനകത്തുള്ളത് എന്ന ധാരണ നമുക്ക് പൊതുവിലുണ്ടാകണം. രണ്ടായിരത്തി 16 മുഖ്യമന്ത്രി ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയ ശക്തമായ സന്ദേശമാണ് കേട്ടത്. ഓരോ ഫയലും ഓരോ ജീവിതമാണ്, അതിന് ഓരോ നിമിഷത്തിൻ്റെ വിലയുണ്ട്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, അത് നമ്മുടെ ജീവിതമാണ് എന്ന് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി പങ്കെടുത്ത ഇന്ന് വേദിയിൽ നടന്ന കാഴ്ചകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണേണ്ടതാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ കെട്ടിട ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമ്പോൾ ഉദ്ഘാടന ശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിലേക്ക് എത്തിയ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് 100ഓളം ജീവനക്കാർ അണിചേർന്ന സ്തുതിഗാനമൊക്കെയായിരുന്നു. ഈ ഗാനത്തിനു ശേഷം ആ വേദിയാണ് നമ്മളെ ഏറ്റവും ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം സെക്രട്ടേറിയറ്റിൽ പ്രവൃത്തി സമയത്ത് അവിടെ ഓരോ കസേരയിലും ഇരുന്ന ആളുകളുടെ ജീവൽ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കേണ്ട ഉദ്യോഗസ്ഥരൊക്കെ കൂട്ടത്തോടെ അങ്ങ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രവൃത്തി ദിവസമാണ്. ഇത്രയും മണിക്കൂറുകൾ, ഓരോ നിമിഷവും ഓരോ മിനിറ്റുകളും വിലപ്പെട്ടതാണ് എന്ന ചിന്ത എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് ഇല്ലാതെ പോയത്? ഇതൊരു ഗൗരവമേറിയ ഒരു വിഷയമായി മുഖ്യമന്ത്രിയോ ഈ സംഘടനാ നേതാക്കളോ ഒന്നും കണ്ടില്ല എന്നതും വളരെ ഗൗരവമേറിയ വിഷയമാണ്. പ്രശാന്ത് കൃഷ്ണയിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രശാന്ത്, അപ്പോൾ ഈ ഉദ്ഘാടനമൊക്കെ തന്നെ ഗംഭീരമായി പൊടിപൊടിച്ചു. ആ മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. 1-2-3 ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിലേക്ക് എത്തണമെങ്കിൽ തന്നെ കടമ്പകൾ ഇരുമ്പ് കോട്ട പോലെയാണ്. ആ കടമ്പകളൊക്കെ പിന്നിട്ട് കാത്തിരുന്ന് വേണം ഓരോ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ഈ പാവങ്ങൾക്ക് എത്താൻ. അപ്പോൾ ആ വിലപ്പെട്ട മണിക്കൂറുകളാണ് ഇന്നിപ്പോൾ ഇല്ല, അത് മുഖവിലക്കെടുക്കാതെ ഗൗനിക്കാതെ ഈ മണിക്കൂറുകളോളം ഈ പരിപാടി നടന്നത്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആ പരിപാടിയുടെ ഔചിത്യത്തെ ഒന്നും വിമർശിക്കുകയല്ല. പക്ഷേ നൽകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഗൗരവമായി കാണേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ഗൗരവമേറിയ വിഷയമാണെന്ന് മുഖ്യമന്ത്രിക്കും തോന്നിയില്ല, അവിടെ പങ്കെടുത്ത ആർക്കും തോന്നിയില്ല, അല്ലേ പ്രശാന്ത്? മുഖ്യമന്ത്രി 2016 ഇതേ ജീവനക്കാരുടെ മുൻപ് പറഞ്ഞ കാര്യമാണ് നമ്മൾ നേരത്തെ കേട്ടത്. അതായത് ഓരോ ഫയലിലും ഓരോ ജീവിതമാണെന്ന ചിന്ത അദ്ദേഹം ഭരണത്തിലേറുന്ന സമയത്ത്, ഒന്നാം പിണറായി സർക്കാർ ഭരണത്തിലേറുന്ന സമയത്തോ പറഞ്ഞതാണ്. അതേ കാര്യം ഇന്ന് അദ്ദേഹം രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് പറയുകയാണ്. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്ന ജീവനക്കാർ ഈ ഫയലുകൾ പലതും അവരുടെ ജോലി പാതി വഴിക്കിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ സംഘടനാ പരിപാടിയുടെ ഭാഗമായി വന്നിരിക്കുന്നവരാണ്. അത് പരിമിതമായ ആളുകളല്ല. നമുക്കറിയാം, ഇന്നിപ്പോൾ അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ടൊരു പരിപാടി തന്നെയാണ് അവരുടെ സുവർണ്ണ ജൂബിലി കെട്ടിടത്തിൻ്റെ ഭാഗമായുള്ള ഉദ്ഘാടന ചടങ്ങൊക്കെയാണ്. അപ്പോൾ അതിൽ പരമാവധി ആളുകളെ എത്തിക്കുക എന്നുള്ളത് ആ സംഘടനയുടെ താല്പര്യവുമാണ്. പക്ഷേ ഇത്രയും ജീവനക്കാർ അവിടെ ആ വേദിയിൽ നിറഞ്ഞു എന്ന് മാത്രമല്ല, ബാസ്കറ്റ്ബോൾ കോർട്ട് നിറഞ്ഞത് മാത്രമല്ല, ആ വഴി നിറയെ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മതിൽ വളപ്പിനകത്ത് എല്ലാം ജീവനക്കാർ അവിടെ വന്ന് നിന്ന് ഈ പരിപാടി കാണാൻ എത്തിയത് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഇവരെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകളുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഫയലുകളെല്ലാം ഉണ്ട്. അപ്പോൾ 12 മണി സമയം മുതൽ ഒരു 11:45 മണി മുതൽ ഏകദേശം 1:45 മണി വരെ ഈ ജീവനക്കാരെല്ലാവരും ഈ പരിപാടിയുടെ ഭാഗമായി തന്നെ തിരക്കിലായിരുന്നു. അത്രയും സമയം അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന പല ജോലികളും തടസ്സപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അവിടെ പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹം ഈ ഫയലുകളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുമ്പോഴും ഇക്കാര്യം അദ്ദേഹം ഓർക്കണമായിരുന്നു എന്നതാണ്. കാരണം ജീവനക്കാരോട് വർഷങ്ങൾ മുമ്പ് അദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ ഇന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം നിൽക്കുന്നത്, ഇതേ ജീവനക്കാർ അവരുടെ ജോലി ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ സംഘടനയുടെ ഭാഗമായി, ആവശ്യത്തിൻ്റെ ഭാഗമായി മാറ്റിവെച്ച് വന്നിരിക്കുന്നവരാണ്. ജീവനക്കാരുടെ മുന്നിലേക്ക് ഒരുപക്ഷെ ഇതിപ്പോൾ വിസിറ്റേഴ്സ് ടൈം അല്ലാത്തതുകൊണ്ട് പൊതുജനങ്ങൾ എത്തില്ലായിരിക്കും. പക്ഷേ സ്പെഷ്യൽ പാസ്സൊക്കെ എടുത്ത് സെക്രട്ടേറിയറ്റിൽ വരുന്നവരുണ്ട്. അവർ ഈ സീറ്റുകളിലൊക്കെ എത്തുമ്പോൾ അവരെ കാണാത്തവരുണ്ടാകും. അപ്പോൾ എന്തായാലും ഈ മുഖ്യമന്ത്രി ഉപദേശിക്കുന്നത് ഈ ജീവനക്കാരോട്
അവർ ആ സീറ്റിലേക്ക് മടങ്ങിപ്പോകണമെന്നായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് പ്രശാന്ത്, നമ്മൾ ഒരു കാര്യം കൂടി നമ്മുടെ യൂണിയൻ പ്രതിനിധികൾ നമ്മോടൊപ്പം അതിഥികളായി ഉണ്ട്. ഒരു കാര്യം കൂടി, കാരണം മുഖ്യമന്ത്രി കൂടി അറിയാവുന്നതല്ലേ ഇതിന്റെ ഗൗരവം. നമുക്കൊരു നിജപ്പെടുത്താവുന്ന ആളുകളുടെ എണ്ണം നിജപ്പെടുത്താമായിരുന്നു. ഒന്നുകിൽ കുറച്ച് നിശ്ചിതമായ ആൾക്കാർ മാത്രം മതി. മാത്രമല്ല, ഇത് 100 പേർ പാട്ട് പാടാൻ, സ്തുതിഗീതം പാടാൻ വേണ്ടി എത്തുന്നവരാണ്. അപ്പോൾ അവർക്കുള്ള റിഹേഴ്സലൊക്കെ നേരത്തെ തുടങ്ങുന്നതായിരിക്കും. ഇനി ആ റിഹേഴ്സലും ഈ ജോലി സമയത്തൊക്കെ ആയിരുന്നോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പല രീതിയിൽ അവിടെ ഒരു ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം, നേരത്തെയും ഈ ഓണാഘോഷത്തിൻ്റെ പരിപാടിയുടെ കാലത്ത് കൂട്ടത്തോടെ സെക്രട്ടേറിയറ്റ് വിട്ട ആളുകൾ പോവുകയാണ് തോന്നിയതുപോലെയൊക്കെ. ആ സമയത്ത് ഒരു സർക്കുലറൊക്കെ പുറപ്പെടുവിച്ചിരുന്നു, ജാഗ്രത പാലിക്കണമെന്ന്. അപ്പോൾ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ല ഇത്. അതായത് ഇന്നിവിടെ വന്നവ മുഴുവൻ ജീവനക്കാരും പെർമിഷൻ എടുത്ത് വന്നതാണെന്ന് നമുക്ക് ധരിക്കാനാകില്ല. കാരണം ഇത്രയും അധികം സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് പെർമിഷൻ എങ്ങനെ നൽകും എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം അവിടുത്തെ അവരുടെ ഓരോ വകുപ്പുകളിലെയും ജോലികൾ നടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഭാഗമായുള്ള ജീവനക്കാർക്ക് മുഴുവൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരമൊരുക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു കോംപ്രമൈസ് അവിടെ നടന്നിട്ടുണ്ട്. അവർ ഒരു മണിക്കൂർ മാറി നിന്നാൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരു കണ്ണടയ്ക്കുന്ന സമീപനം മേലധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെ വളരെ വ്യക്തമാണ്. നമുക്കറിയാം സെക്രട്ടേറിയറ്റിനുള്ളിലെ പ്രശാന്ത് അതിഥികളിലേക്കൊന്ന് പോകാം. ശ്രീ നാഞ്ചല്ലൂർ ശശികുമാർ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രതിനിധിയാണ്. ഒപ്പം തന്നെ ഇർഷാദ് എം.എൽ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയന്റെ പ്രതിനിധിയാണ്. ശ്രീ നാഞ്ചല്ലൂർ ശശികുമാർ, നിങ്ങൾ നടത്തിയ പരിപാടിയാണ്. ആ പരിപാടിയിലേക്ക് എത്രയോ ആളുകൾ എത്തിയിട്ടുണ്ട്. അത് ജോലി സമയത്താണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ജോലിക്ക് തടസ്സമുണ്ടായിട്ടുണ്ടോ? അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആശങ്ക. ഈ വന്നവരൊക്കെ തന്നെ അവധിയെടുത്തവരാണോ? അവധിയെടുത്ത് വന്നവരല്ല. ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ ബഹുഭൂരിപക്ഷം വരുന്ന 5000-ലധികം വരുന്ന ജീവനക്കാരിൽ 4088 പേരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ്. ആ സംഘടന രൂപം കൊണ്ടിട്ട് ഏതാണ്ട് 51 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 1973 ഈ സംഘടന രൂപം കൊള്ളുന്നത്. അപ്പോൾ ആ സംഘടന സ്വന്തമായി ഒരു സ്ഥലം വാങ്ങുകയും അതിലൊരു കെട്ടിടം നിർമ്മിക്കുകയും അതിന് സുവർണ ജൂബിലി, ഞങ്ങൾ സുവർണ ജൂബിലി കഴിഞ്ഞ വർഷമാണ് ആഘോഷിച്ചത്. അതിൻ്റെ ഭാഗമായി സുവർണ ജൂബിലി മന്ദിരം എന്നുള്ള പേരിൽ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒരു മാസം മുമ്പ് തന്നെ സമീപിക്കുകയും അദ്ദേഹം ഒരു ഡേറ്റ് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉദ്ഘാടനം നിശ്ചയിച്ചത്. അപ്പോൾ 12 മണിക്ക് ആരംഭിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. 12 മണി മുതൽ ഏതാണ്ട് 1:30 മണി വരെയുള്ള സമയം എടുത്തുകൊണ്ടാണ് ഈ ഉദ്ഘാടന സമ്മേളനം നടത്തിയത്. 12 മണിക്കല്ല ആളുകൾ എത്തുന്നത്. കാരണം 10 മണിക്ക് മുമ്പ് തൊട്ട് തന്നെ ഞങ്ങളുടെ പ്രതിനിധികൾ ലൈവ് ഇട്ട് അവിടെ സംപ്രേഷണം ചെയ്യുമ്പോൾ ഈ പാട്ട് പാടുന്ന ആളുകളൊക്കെ തന്നെ 100-ലേറെ ആളുകൾ അവിടെ റിഹേഴ്സലുമായി എത്തിയിരുന്നു. റിഹേഴ്സലൊന്നും ആ മേഖലയിൽ നടത്തിയിട്ടില്ല. റിഹേഴ്സലൊക്കെ നമ്മൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവർ അതിന് മുമ്പേ 12 മണിക്കല്ല. കാരണം ഞാൻ 11 മണിക്ക് ഈ ഫ്ലോറിൽ നമ്മൾ നിൽക്കുമ്പോൾ 11 മണിയോടുകൂടിയാണ് ഈ ലൈവ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ദൃശ്യങ്ങൾ വേണമെങ്കിൽ ആ ടൈം വേണമെങ്കിൽ കോഡ് താങ്കളെ എടുത്ത് കാണിക്കാം. കാരണം ആ സമയത്തൊക്കെ ആളുകൾ അവിടെ എത്തിയിരുന്നു റിഹേഴ്സലുമായി ബന്ധപ്പെട്ട്. ഒരു പരിപാടി, ഒരു ഉദ്ഘാടനം പോലെയുള്ള ഒരു വലിയ പരിപാടി ഒരു പ്രധാനപ്പെട്ട സംഘടന, സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട സംഘടന സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ സംഘാടകരും ഒക്കെ മുൻകൂട്ടി എത്തുന്നതും അതിൻ്റെ ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ളൂ. ജീവനക്കാർ ഈ ഉദ്ഘാടനത്തിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായി എത്തിയത് ഞങ്ങളിപ്പോൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഉദ്ഘാടനം നടത്തിയത്. മുഹൂർത്തം നോക്കിയാണോ നിങ്ങൾ ഈ ഉദ്ഘാടന പരിപാടി വെച്ചത്? ഉദ്ഘാടനം നടത്താൻ മുഹൂർത്തം നോക്കേണ്ട ഒരു സാഹചര്യത്തിലുള്ള ഒരു സംഘടനയല്ല, ഒരു പുരോഗമന സ്വഭാവമുള്ള സംഘടനയല്ലേ. അതെ, അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് നിങ്ങൾക്ക് ഈ പ്രവൃത്തി സമയം കഴിഞ്ഞ് 5 മണിക്ക് ശേഷമോ മറ്റോ നടത്തി കഴിഞ്ഞാൽ എന്തായിരുന്നു പ്രശ്നം? അതല്ല, ഞായറാഴ്ച അവധി ദിവസമാണ്. ഞായറാഴ്ച അല്ലാതെ വരുന്ന സെക്കൻഡ് സാറ്റർഡേ അവധി ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കം നടത്തിയില്ല? പൊതുവിൽ എല്ലാ സർവീസ് സംഘടനകളും, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മാത്രമല്ല, കേരളത്തിലുള്ള ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട സംഘടനകളായിരുന്നാലും ഇത്തരത്തിലുള്ള പരിപാടികൾ, അത് പ്രക്ഷോഭ പരിപാടികളായിരുന്നാലും ഉദ്ഘാടന പരിപാടിയിൽ ഏത് സമര പരിപാടിയോ മറ്റേതെങ്കിലും പരിപാടിയാകട്ടെ, അതെല്ലാം നടത്തുന്നത് മിക്കവാറും സേവനം നടത്തേണ്ട സമയത്ത് തന്നെയാണ് നടത്തുന്നത്. ഒരു പ്രക്ഷോഭം, ഒരു സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടല്ലോ. എത്രയോ സംഘടനകൾ
പിന്നെ സെക്രട്ടേറിയറ്റ് മുന്നിലേക്കും AG's ഓഫീസിന് മുന്നിലേക്കും വരുന്നു. അവരെല്ലാം സംഘടിപ്പിക്കുന്നത് 5 മണിക്ക് ശേഷമാണ്. എല്ലാവരും സംഘടിപ്പിക്കുന്ന പ്രവൃത്തി സമയം തന്നെയാണ്. 1 മണിക്കൂർ എന്നത് വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ അറിയണം, നമ്മൾ കാര്യശേഷിയോടുകൂടി ഒരു സർക്കാർ ഓഫീസ് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ വിസിറ്റേഴ്സ് സമയമൊക്കെ നിങ്ങൾക്ക് പറയാം 3 മണിയാണല്ലോ വിസിറ്റേഴ്സ് സമയം എന്താ. അതിനപ്പുറത്തേക്ക് ഒരു വിശാലമായ ഒരു സംവിധാനത്തിൽ എത്രയോ ഫയലുകൾ നീങ്ങേണ്ടതാണ്. അതല്ല, ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ ഏത് സമയത്ത് ഞങ്ങൾക്ക് ഇത്തരം സംഘടനയാണ് വലുത്. ഇപ്പോൾ ജോലി ഉണ്ടെങ്കിലേ സംഘടനയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ആ ജോലി ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ഇവിടുത്തെ ജനങ്ങൾക്ക്. ഞങ്ങളൊക്കെ ടാക്സ് അടയ്ക്കുന്ന ഞങ്ങളുടെയൊക്കെ തന്നെ ജീവിത പ്രശ്നങ്ങൾ, ഞങ്ങളെപ്പോൾ പാവപ്പെട്ട ആളുകളുടെ, അങ്ങേറ്റ പാവപ്പെട്ട ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ, അപ്പോൾ ഇതൊക്കെ നോക്കേണ്ട ആളാണ്. അപ്പോൾ ഈ 1 മണിക്കൂർ നിങ്ങൾക്കൊരു പ്രശ്നമല്ലല്ലേ? എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. 1 മണിക്കൂർ വിലപ്പെട്ട സമയം തന്നെയാണ്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സെക്രട്ടേറിയറ്റിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജീവനക്കാരുടെ സംഘടനയാണ്. ആ സംഘടന 1 മണിക്കൂർ എടുത്തുകൊണ്ട് ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അധിക സമയം ഞങ്ങൾ ജോലി ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ജോലി ചെയ്യാൻ, സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ ആഹ്വാനം ചെയ്തുകൊണ്ട് ജോലി ചെയ്യാൻ, ആ സമയം കൂടി എടുത്തുകൊണ്ട് ജോലി ചെയ്യാൻ, ഒരുപക്ഷെ വൈകുന്നേരങ്ങളിലോ രാവിലെയോ ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധമാണ്. അതിൽ ആഹ്വാനം ചെയ്യാൻ സന്നദ്ധമാണ്. അതിപ്പോഴാണ് ഈ ഫ്ലോറിലാണ് പറയുന്നത്. അങ്ങനെ ഒരു ആഹ്വാനം അല്ലല്ല, അവധി ദിവസങ്ങളിൽ പോലും ആഹ്വാനം ചെയ്തുകൊണ്ട് പിന്നെ ജോലി ചെയ്യാൻ ആഹ്വാനം ചെയ്ത ജീവനക്കാർ ജോലിക്ക് ഹാജരായിട്ടുള്ള ചരിത്രമുണ്ട്, പരിശോധിക്കാം. അതായത് ഞാൻ ചോദിക്കട്ടെ, കാരണം ഈ സമയത്തൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിലേക്ക് അല്ലെങ്കിൽ അല്ലാതെയോ സ്പെഷ്യൽ പാസ്സൊക്കെ എടുത്ത് വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ, കാരണം ആ ദൃശ്യങ്ങൾ നോക്കൂ, ഇത്രയോ ആളുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് നിജപ്പെടുത്തി ഇത്ര ആളുകൾ മാത്രം വന്നാൽ മതി എന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അങ്ങനെയല്ല, പൊതുജനങ്ങൾ അത്യധികം സമീപിക്കുന്ന ഒരു സ്ഥാപനമല്ല ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റ്. ഒരു വില്ലേജ് ഓഫീസ് പോലെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് പോലെയോ അത്യധികമായി സമീപിക്കുന്ന ഒരു ഓഫീസല്ല നിങ്ങൾ പറയുന്ന പോലെ സെക്രട്ടേറിയറ്റ് എന്ന്. മാത്രമല്ല, സന്ദർശനത്തിന് വേണ്ടി പ്രത്യേക സമയം ക്രമീകരിച്ചിട്ടുണ്ട്. 3 മണിക്ക് ശേഷം പാസ് എടുത്ത് മാത്രമേ കയറാൻ കഴിയൂ. ആ സമയത്ത് മാത്രമേ സന്ദർശകരെ അനുവദിക്കാറുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള ശശികുമാർ, ഒരു സിസ്റ്റം പ്രവർത്തിക്കേണ്ടത് അതിന്റെ ഒരു ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, അവിടെ ഒരു പഞ്ചിങ് സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ വാളെടുത്ത ആളുകളുണ്ട്. നമുക്കറിയാം, പഞ്ചിങ് സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ ആരൊക്കെ വാളെടുത്തോ, വ്യക്തിപരമായിട്ടൊക്കെ അറിയാവുന്ന ആളുണ്ട്, ഒരുപാട് പേര് വാളെടുത്തു. പിന്നീട് അവിടെ ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നതിനെ തടസ്സപ്പെടുത്തിയ ആളാണ്. പിന്നീട് അതാണ് ഈ ഓണപരിപാടി. ഞാനീ പറഞ്ഞല്ലോ, കലാപരിപാടികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ വിജ്ഞാനപ്രദമായിട്ടുള്ള മറ്റെന്തെങ്കിലും പരിപാടികളോ നടത്തുന്നതിനൊന്നും ഒതിരല്ല. ഉദ്ഘാടനമൊക്കെ വേണ്ടതാണ്. പക്ഷെ നമുക്കൊരു സമയം വളരെ പ്രധാനമാണ്. ഈ നൽകുന്ന ഒരു സന്ദേശം അതെന്താണ്? ഞങ്ങൾക്ക് എന്തുപോലും ആകാം, ഞങ്ങളുടെ ശേഷിയുടെ അല്ലെ കയ്യൂക്കിന്റെ ബലമാണ് എന്ന രീതിയിൽ ഒരു തെറ്റായ സന്ദേശം പോകാൻ പാടില്ല. അങ്ങനെ ഒരു സന്ദേശം നൽകുന്നുണ്ട്. കാരണം അതിനെ അപലപിച്ചില്ല ആരും ഇതുവരെയും. അതാണ് പ്രശ്നം. അങ്ങനെയൊക്കെ വളച്ചൊടിച്ച് പിന്നെ വിശദീകരിക്കുന്നത് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഒരു രീതിയാണ്. എക്കാലവും മാധ്യമങ്ങളുടെ നമ്മുടെ അജണ്ട എന്താണ്? നമ്മുടെ അജണ്ട അവിടെ വന്നു പോകുന്ന ആരുടെയും, അതിപ്പോൾ വിസിറ്റേഴ്സ് സമയമല്ല എങ്കിലും അവിടെ പണി നടക്കണം, ജോലി നടക്കണം. കാരണം എന്താണ്, ഞാൻ അതാണ് നേരത്തെ ഓർമ്മിച്ചത്, എൻ്റെയും ഈ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും ഒക്കെ പോക്കറ്റ് കീസ് ചെയ്ത് പൈസ എടുത്ത് പരിപോഷിപ്പിക്കുകയാണ് നിങ്ങളെ അടക്കം. അപ്പോൾ 1 മണിക്കൂറൊക്കെ വന്നിരുന്നിങ്ങനെ, 1 മണിക്കൂറല്ല, ഇത് ആദ്യത്തെ സംഭവമല്ല, സമരവുമായി ബന്ധപ്പെട്ടൊക്കെ അതൊക്കെ പിന്നെയും ഒരു പ്രക്ഷോഭമല്ലേ, അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിജപ്പെടുത്താമായിരുന്നു ഇത്രയും ആളുകളെ വരാൻ പാടുള്ളൂ, അല്ലെ അത്രയും മതി, അല്ലെങ്കിൽ ഒരു സമയം 5 മണിക്ക് ശേഷമാകട്ടെ, മറ്റ് തെറ്റായ ഒരു സംശയങ്ങൾ ഉണ്ടാകില്ല, അല്ലെ ഒരു അവധി ദിവസമാകട്ടെ, നമുക്ക് ചെയ്യാം എന്ന് തോന്നിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 51 വർഷത്തെ സമരചരിത്രമുള്ള സംഘടനയാണ് സെക്രട്ടേറിയറ്റിലെ ബഹുഭൂരിപക്ഷം വരുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് പിന്നെ ഈ ഉദ്ഘാടനം എന്ന് പറയുന്നത്. സംഘടന സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് കെട്ടി ഉയർത്തി അതിൻ്റെ ഉദ്ഘാടനം നടന്ന 2 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്ന് കെട്ടിടത്തിൻ്റെ നാടമുറിക്കൽ ചടങ്ങ്, അവിടെ പരിമിതമായിട്ടുള്ള ആളുകൾ മാത്രമേ പങ്കെടുത്തുള്ളൂ. മറ്റൊന്ന് ഉദ്ഘാടന സമ്മേളനം എന്നുള്ള നിലയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വച്ചിട്ടുള്ള സമ്മേളനം. ആ സമ്മേളനമാണ് നടന്നത്. അപ്പോൾ ഭൂരിപക്ഷം വരുന്ന ജീവനക്കാരുടെ സംഘടന എന്നുള്ള നിലയിൽ, 50 വർഷത്തെ ചരിത്രമുള്ള സംഘടന എന്നുള്ള നിലയിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുമ്പോൾ, അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം നടക്കുമ്പോൾ ജീവനക്കാരാകുന്ന അംഗങ്ങൾ തീർച്ചയായും അതിൽ മുഴുവനായും പങ്കെടുക്കേണ്ടതുണ്ട്. അതൊരു ചരിത്ര മുഹൂർത്തമാണ്. ആ ഒരു ആഹ്വാനം തന്നെയാണ് സംഘടന നടത്തിയിട്ടുള്ളത്. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഇർഷാദ്, ഒരു ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ടോ? കാരണം നമ്മൾ പരിപാടിയൊക്കെ കൊള്ളാം, ഗംഭീരമാണ്, പൊടിപൊടിക്കണം, അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി നമ്മോട് പറഞ്ഞു തന്ന, നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഓരോ ഫയലുകളും ജീവനാണ്, ഓരോ ജീവിതങ്ങളാണ്. അപ്പോൾ അതിനൊന്നും വിഘ്നം ഉണ്ടാകാതെ നടത്തണമായിരുന്നു കാര്യങ്ങൾ. അവിടെ ഒരു ചിന്താശേഷി കുറവുണ്ടായിട്ടുണ്ടോ? ഇല്ല. അതായത് 2016 ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ ഒരു പ്രസംഗം നടത്തുമ്പോൾ 4ാം നിരയിലിരുന്ന് കേട്ട ഒരു വ്യക്തിയാണ് ഞാൻ.
ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞ ആ മുഖ്യമന്ത്രി, ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഇന്ന് വാഴ്ത്തുപാട്ട് കേട്ട് ആനന്ദിക്കാനുള്ള ഒരു അവസരം, അത് സർക്കാർ ചെലവിൽ തന്നെ ജീവനക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അത് സ്വയം ആനന്ദിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ചെലവുകളൊക്കെ തന്നെ ഭാഗികമായി 50% വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഭരണപക്ഷ സംഘടനയായിട്ടുള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരുപക്ഷെ വിചാരിച്ചിരിക്കാം പകുതി ജോലി മാത്രം ചെയ്താൽ മതിയാകും, കാരണം പകുതി 50% മാത്രമേ ഈ വർഷം പദ്ധതി ചെലവ് നടപ്പിലാക്കുന്നുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു ചിന്ത, ജനങ്ങളെ മറന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളെ മറന്നുകൊണ്ടുള്ള, ജനങ്ങളുടെ പരാതികൾ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത്. ആ സംഘടനയുടെ തീരുമാനം എന്നതിലപ്പുറം അതിനെ കാണുവാൻ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കുറ്റം പറയുവാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ കുറ്റമല്ല, ഞങ്ങൾ എത്രയോ റിപ്പോർട്ട്, കാരണം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനെയോ അല്ലെങ്കിൽ എംപ്ലോയി യൂണിയനെയോ അല്ലെങ്കിൽ തിരഞ്ഞു പിടിച്ചോ അല്ലെങ്കിൽ നമ്മളൊരു വിമർശനത്തിലെ ബുദ്ധിയോടുകൂടി സമീപിക്കുകയല്ല. ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പല ഓഫീസുകളും, അത് എത്രയോ, കാരണം രാവിലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലും ഒരു നിമിഷം ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ നടത്തിയിട്ടുണ്ട്, കല്യാണ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് കൂട്ടത്തോടെ ആ ഓഫീസ് കാലിയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് എന്താണ് അവിടെ ആളുകൾ, ഒരു മനുഷ്യനെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്, അത് നമ്മൾ രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു പിടിവാശി, ഞങ്ങളുടെ പാരമ്പര്യമുള്ള ഇത്രയും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു സംഘടനയ്ക്ക് പുതിയൊരു ഓഫീസ് തുടങ്ങുമ്പോൾ ഞങ്ങൾ അവിടെ പോയിരിക്കും, ഞങ്ങൾ അവിടെ പോകും എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ശരികേടുണ്ടല്ലോ. ആ ജീവനക്കാർ സ്വയമേവ അവിടെ പോയതല്ല, അവരെ ആട്ടിത്തെളിച്ച് അവരെ നിർബന്ധിച്ച് അവിടെ എത്തിച്ചതാണ്. ഓരോ ഏരിയയിലും പ്രത്യേകം കോട്ട നൽകി ഇത്ര പേര് അവിടെ എത്തിച്ചിരിക്കണം എന്നുള്ള പ്രത്യേക നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ജീവനക്കാരും ഈ കെടുതിയുടെ കാലഘട്ടത്തിൽ, ദുരിതപൂർണമായ ഈ കാലഘട്ടത്തിൽ, ജീവനക്കാരൻ്റെ മുഴുവൻ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ, ജീവനക്കാരന് 6 ഗഡു DA നിഷേധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ജീവനക്കാരൻ്റെ ലീവ് സംഘടന നിഷേധിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വയമേവ ഒരു ജീവനക്കാരനും അവിടെ എത്തുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളും ജീവനക്കാരും ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവരിവിടെ അവിടെ വാഴ്ത്തുപാട്ടിൽ പാടിയതുപോലെ തന്നെ ദുരിതപൂർണ ജീവിതം, ഇരുളടഞ്ഞ കാലവും, ആ കാലമാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരനെയും പൊതുജനത്തെയും സംബന്ധിച്ചുള്ളത്. ആ ഇരുളടഞ്ഞ കാലത്ത് ഫയലുകളിൽ ജീവിതമാണെന്ന് പറഞ്ഞ് വെളിച്ചം പകരുവാൻ ശ്രമിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ നടത്തുന്നതാണ് സർക്കാരിൻ്റെയും സർക്കാർ വിലാസം സംഘടനകളുടെയും വിചാരമെങ്കിൽ, അതിൽ അഭിരമിക്കുകയാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവരത് ചെയ്തോട്ടെ. അവർക്ക് ജനങ്ങളോടോ ഈ ഭരണത്തോടോ ഈ ജനങ്ങളുടെ അവകാശത്തോടോ ജനങ്ങളുടെ ആഗ്രഹത്തോടോ യാതൊരു പ്രതിബദ്ധതയുമില്ല. പ്രസംഗത്തിനിടെ പറഞ്ഞു 2000 പറഞ്ഞത് ഓർമ്മയുണ്ടാകുമല്ലോ, ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്ന് ഓർക്കണം. 2016 അപേക്ഷിച്ച് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് എന്ന് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല മാറ്റത്തിന് എന്താണ് അദ്ദേഹത്തിന് കൂടി തോന്നേണ്ടതല്ലേ? നിങ്ങളിങ്ങനെ കൂട്ടത്തോടു കൂടി ഇത്തരം പരിപാടികൾ, ഇന്നിപ്പോൾ എന്താണ്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആകാമെങ്കിൽ സെക്രട്ടേറിയറ്റ് യൂണിയൻ ആകാം, മറ്റ് സംഘിനാകാം, മറ്റേതെങ്കിലും സംഘടനയ്ക്കാകാം. ഇതാ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ അസോസിയേഷൻ നടത്തിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും സർവീസ് സംഘടനകൾ പറയുകയാണ് ഞങ്ങൾക്ക് നടത്താമല്ലോ, മുഖ്യമന്ത്രി അവിടെ പോയിരുന്നില്ലേ, മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ പച്ചക്കൊടി നൽകിയല്ലേ ഇത്? അത് തീർച്ചയായിട്ടും പച്ചക്കൊടി തന്നെയാണ്. പിന്നെ എൻ്റെ സംഘടനയുടെ പേര് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എന്നാണ്, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എന്നാണ്, എംപ്ലോയീസ് യൂണിയൻ എന്നല്ല. ജീവനക്കാരൻ്റെ കാര്യം, ജീവനക്കാരൻ്റെ അവകാശങ്ങൾ, അതുപോലെ തന്നെ പൊതുജനം വരുന്ന ഒരു ഓഫീസ് താരതമ്യേന കുറവാണ് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷ സംഘടനകൾ അവകാശങ്ങൾ മുൻനിർത്തി സമരം ചെയ്യുന്നത് പോലെയോ പ്രക്ഷോഭം നടത്തുന്നത് പോലെയോ ഉള്ള ഒരു രീതിയിലാവരുത് ഭരണപക്ഷം. കാരണം ഭരണപക്ഷത്തിനാവണം കുറെ കൂടി ധാർമ്മികമായിട്ടുള്ള ഈ ഭരണകാര്യങ്ങൾ നടന്നു പോകണം, ജനങ്ങൾക്ക് അതിൻ്റെ സൗകര്യങ്ങൾ അനുഭവവേദ്യമാകണമെന്ന് ചിന്തിക്കേണ്ടത് ഭരണവിലാസം സംഘടനകളാണ്. ആ സംഘടനകൾക്കോ അല്ലെങ്കിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഓരോ ഫയലിലും ജീവിതമാണ് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കോ തോന്നാത്ത കാര്യം ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾക്കും മറ്റുള്ളവർക്കും തോന്നണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ശശികുമാർ, ഇക്കാര്യത്തിൽ എന്തായാലും നിങ്ങൾ ഒരു മെസ്സേജ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ഇനി അതായത് സർക്കാർ എടുത്ത് ചെയ്യുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓണാഘോഷങ്ങളിൽ കണ്ട ഒരു മുന്നറിയിപ്പോ ജാഗ്രതയോ ഒരു സർക്കുലറോ മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഒരു ചീഫ് സെക്രട്ടറി അതിന് പുറപ്പെടുവിക്കാൻ തയ്യാറാകുമോ എന്ന്
ചിന്തിക്കുക വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിന്തിച്ചാൽ നല്ലത്. പക്ഷേ നിങ്ങൾ സംഘടനകളെങ്കിലും സ്വയം മുന്നറിയിപ്പ് നൽകണം. നിങ്ങൾ ഈ ജോലി സമയത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറി നിൽക്കരുത്. ഇത്തരം പരിപാടികളിൽ പരിമിതമായ ആളുകളെ പാടുള്ളൂ. അവിടെ എത്തുന്ന ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകരുത്. അപ്പോൾ ഇന്നീ പറഞ്ഞ 1-2 മണിക്കൂറുകൾ അധികം എടുത്തതിൽ ഒരു പരിഹാരമുണ്ടാക്കണം. മാത്രമല്ല അങ്ങനെ മെസ്സേജ് നൽകാതിരിക്കാനുള്ള എന്ത് നീക്കം നിങ്ങളുടെ ഭാഗത്തു നിന്ന് സ്തുത്യർഹമായി ഉണ്ടാകും? സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിരന്തരമായി ഇങ്ങനെ ജോലി സമയം അപഹരിച്ചുകൊണ്ട് പരിപാടികൾ നടത്തി ഉയർന്ന ഒരു സംഘടനയല്ല. ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ആഹ്വാനം നമ്മൾ നടത്തിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടിട്ടുള്ള സേവന സമയം തീർച്ചയായും മറികടക്കുന്നതിനുള്ള, അത് പരിഹരിക്കുന്നതിനുള്ള, ഫയലുകൾ വേഗത്തിൽ നീക്കുന്നതിനുള്ള നടപടി തീർച്ചയായും അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുള്ള ആഹ്വാനവും ഉണ്ടാകും. തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 2016 പറഞ്ഞ അഭിപ്രായമല്ല അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഭരണവേഗത, ഫയലുകളുടെ നീക്കം കൂടിയിട്ടുണ്ടെന്നും അഴിമതിരഹിതമായിട്ടുള്ള ഒരു സർവീസാണെന്നും അദ്ദേഹം വ്യക്തമായി സുവ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. ഭരണ വേഗം കൂടി, ഫയലിൻ്റെ വേഗം കൂടി എന്നുള്ളതും അഴിമതിരഹിതമായിട്ടുള്ള സർവീസാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മിനിറ്റുകൾ ഉണ്ടെങ്കിൽ, മണിക്കൂറുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പരിഹരിക്കുന്നതിനും അതിന് അധിക സമയം ജോലി ചെയ്യുന്നതിനുള്ള ആഹ്വാനം നൽകുവാനും ഞങ്ങൾ തയ്യാറാണ്. ഈ 100ഓളം ആളുകളുണ്ടല്ലോ ഈ പാട്ടിൽ പങ്കെടുക്കുന്ന ആളുകൾ, അവരൊക്കെ ഇന്ന് രാവിലെ മുതൽ ഇന്ന് 10 മണിയോടുകൂടി അവർ വന്നു. അപ്പോൾ ഉച്ചവരെ അവർ നീണ്ടു. ഇവരൊക്കെ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണോ വന്നത് പരിപാടിക്ക് വരുന്നത്? ലീവ് എടുത്തിട്ടല്ല പരിപാടിയിൽ പങ്കെടുത്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ പറഞ്ഞ 10 മണിയോടുകൂടിയാണ് അവർ എത്തിയത്. 10 മണിയോടുകൂടിയാണ് ഈ സ്റ്റേഡിയം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവർ മാറി നിൽക്കുന്നത്. 100 ആളുകളുണ്ട്. ഈ 100 ആളുകൾ എന്ന് പറയുമ്പോൾ വലിയ സംഖ്യ തന്നെയാണ്. അവർ ആ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഇവർ ഉച്ചവരെ അവർ ജോലി ചെയ്തിട്ടില്ല. 10 മണി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന സമയമല്ലേ? അത് വാസ്തവമാണോ എന്ന് എനിക്കറിയാമല്ലോ. വാസ്തവമാണ്. ഇതിന്റെ മുഖ്യ സംഘാടകർ, ഞാൻ ഈ സംഘടനയുടെ സെക്രട്ടറിയാണ്. ആളുകൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ഈ പരിപാടിക്കൊപ്പം നിൽക്കുന്ന ആളുകൾ, ഈ 100ഓളം ആളുകളൊക്കെ ഉണ്ട്. അവരെത്തിയത് കറക്റ്റ് സമയത്ത് തന്നെയാണ്. അവർ ഈ റിഹേഴ്സൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പരിപാടി ആയതുകൊണ്ട് നേരത്തെ തന്നെ ഇത് പ്ലേ ചെയ്ത് ഈ വരികൾ ഒന്നുകൂടി പാടണം. അത് സമയമുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ 10 മണിയോടുകൂടി അവിടെ എത്തുമ്പോഴൊക്കെ ഈ കാഴ്ചകൾ കണ്ടതാണ്. അപ്പോൾ ഈ സമയം ഇത്ര ഉച്ചവരെ അവർ ജോലിയിലില്ല. അപ്പോൾ അവർ ഹാഫ് ഡേ മാന്യമായിട്ടനുസരിച്ചാണെങ്കിൽ ഒരു പകുതി ലീവ് എടുക്കേണ്ട ആളുകളാണ്. ഞങ്ങളുടെ സംഘടനയെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇകഴ്ത്തി കാണിക്കാൻ നിങ്ങൾക്ക് എന്ത് വാദമുഖം വേണമെങ്കിലും ഉന്നയിക്കാം. ഭാഗമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതായിക്കോട്ടെ. അത് നിങ്ങളുടെ മാധ്യമധർമ്മത്തിന്റെ ഞങ്ങളുടെ മാധ്യമധർമ്മമല്ല, നിങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ടി വരുമല്ലോ എന്ന എന്റെ ഗതികേട് എന്നേ പറയാനുള്ളൂ. ഞാൻ താങ്കൾ പറഞ്ഞത് മാധ്യമങ്ങളുടേതാണെന്നല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഉച്ചവരെ ജോലി ചെയ്യാത്ത ആളുകളെ എന്താണ് സാമാന്യമായിട്ടുള്ള ഒരു ഭരണാവസ്ഥയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലാണെങ്കിൽ ഞാൻ എന്താണ് ഹാഫ് ഡേ ലീവ്, എനിക്ക് എവിടെയെങ്കിലും പുറത്തു പോകണമെങ്കിൽ ഞാൻ പറയും, എൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറയുന്നതാണ് ഞാൻ ഉച്ചവരെ ലീവാണ്. അതെൻ്റെ ഉത്തരവാദിത്തമാണ്, പറയാൻ ഞാൻ ബാധ്യസ്ഥപ്പെട്ടവനാണ്. അല്ലെങ്കിൽ ഞാൻ രാവിലെ പഞ്ച് ചെയ്തിട്ട് ഞാൻ പോയി കറങ്ങി നടന്നിട്ട് വന്നിട്ട് തിരിച്ച് ഔട്ട് പഞ്ച് ചെയ്യാൻ ഞാനിവിടെ വരേണ്ട ആളല്ല. അപ്പോൾ ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മെസ്സേജ് നൽകേണ്ട ആളുകളാണ് നിങ്ങൾ. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന സമയം അധിക ജോലി ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടാത്തൊരു കാര്യമാണ്. ഞങ്ങൾ ആഹ്വാനം ചെയ്യാൻ തയ്യാറാണ്. അത്തരം കാര്യങ്ങളിലൊന്നും ഒരു ഉദാസീന മനോഭാവം ഇല്ലാത്ത ഒരു ഉത്തരവാദിത്തപ്പെട്ട സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയാണ്. നിങ്ങൾ പറയുന്ന പോലെ 10 മണിക്കൊന്നും അവിടെ ജീവനക്കാർ ആയിട്ടുള്ള ഗായകർ എത്തി റിഹേഴ്സൽ നടത്തി എന്ന് പറയുന്നത് തീർച്ചയായും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു സംഘാടകനാണ്. ഞാൻ സംഘടനയുടെ ഒരു സെക്രട്ടറിയാണ്. ഇതിൻ്റെ സംഘാടന ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ പോലും അവിടെ എത്തുന്നത് 11 മണിയോടുകൂടിയാണ്, അവിടുത്തെ ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി. ആ സമയത്തൊന്നും അവിടെ ഗായക സംഘത്തെ കാണുകയോ ആ രീതിയിലുള്ള റിഹേഴ്സൽ നടത്തുകയോ ചെയ്തിട്ടില്ല. ശരി. അവസാനമായി ശ്രീ ഇർഷാദ്, ഇതിനൊക്കെ ഒരു മോണിറ്ററിംഗ് വേണം. സെക്രട്ടേറിയറ്റ് പോലെ ഒരു സംവിധാനത്ത് എന്താണ് നടക്കുന്നത് എന്നൊക്കെ പുറംലോകം അറിയണം. കാരണം എല്ലാം സ്കാനിങ്ങിനും ഒക്കെ വിധേയമാകണം. അത്രത്തോളം കാലം നമ്മൾ അത്രത്തോളം സാങ്കേതികമായി വികസിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ശരികേടാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നവന് പ്രത്യേക മാധ്യമ അജണ്ട എന്നല്ല നമ്മളതിനെ വിമർശിക്കേണ്ടത്. ഞങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റ് അത് സ്വയം വിമർശനം ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ തിരുത്താനുള്ള പ്രാപ്തിയുള്ള സംഘടനയാണെന്നാണ് പറയേണ്ടത്. അതല്ലേ പ്രതീക്ഷിക്കേണ്ടത്? ഇല്ല, സെക്രട്ടേറിയറ്റിലെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും വിലയിരുത്തുന്നതിനോ മോണിറ്റർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു സൂക്ഷ്മദർശിനി ഉപയോഗിച്ചുകൊണ്ട് അതിനെ വിശകലനം ചെയ്യുന്നതിനോ ഒന്നും തന്നെ ഞങ്ങളെതിരല്ല. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ പൂർണ്ണമായും പ്രവർത്തിക്കണമെന്നും കൃത്യസമയത്ത് ഓഫീസിൽ ഉണ്ടാകണമെന്നും ഓഫീസിൽ ഉണ്ടായി തന്നെ അവർ ജോലി ചെയ്യണമെന്നുമുള്ള നിഷ്കർഷിക്കുന്ന ഒരു സംഘടനയാണ് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ.
ഒരു കാരണവശാലും അവിടെ ഇന്ന് നടന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളോ മാധ്യമത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയോ മാധ്യമ സ്ഥാപനത്തിൻ്റെ വീക്ഷണത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ വിലയിരുത്താനോ അതനുസരിച്ച് അപകീർത്തിപ്പെടുത്താനോ അപമാനിക്കാനോ ഒന്നും തന്നെ ഞങ്ങളാരും തുനിയുന്നില്ല. മാത്രമല്ല, ജീവനക്കാരൻ ജോലി ചെയ്തേ കഴിയുകയുള്ളൂ എന്നുള്ളത് ഒരു സന്ദേശമായി തന്നെ ജീവനക്കാരോട് സംവദിക്കുവാനുള്ള തീർച്ചയായിട്ടും എല്ലാ അവസരങ്ങളും കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ വിനിയോഗിക്കുന്നുണ്ട്. അതിനിയും തുടരുക തന്നെ ചെയ്യും. അതേസമയം സംസ്ഥാന സർക്കാരിൽ തിരുത്തപ്പെടേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്, ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ജീവനക്കാരനും ജനങ്ങൾക്കും കിട്ടേണ്ട ഒട്ടനവധി അവകാശങ്ങളുണ്ട്. അവർക്ക് അവരുടെ ദുരിതപൂർണമായ ജീവിതത്തിന് ഒരു അവസാനമുണ്ടാകണം, ഒരു അറുതി ഉണ്ടാകണം. അവർക്ക് കൃത്യമായി കാര്യങ്ങൾ ലഭ്യമാകണം, സേവനങ്ങൾ ലഭ്യമാകണം. സേവനാവകാശ നിയമം പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ നടപ്പിലാക്കപ്പെടണം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വെറും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഭരണത്തിലിരിക്കുന്നത് ആരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ സേവന കാര്യങ്ങൾ വിലയിരുത്തപ്പെടണം എന്ന കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മറിച്ച് പൂർണ്ണമായിട്ടും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർവീസ് അത് കേരള സെക്രട്ടേറിയറ്റിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെയും വിശ്വാസം. അതിൽ ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ചില കോണുകളിൽ നിന്നും ഇത്തരം ആരോപണങ്ങൾ വരികയും അതിൽ കുറേയൊക്കെ തന്നെ കഴമ്പുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതേസമയം ജീവനക്കാരനും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് സർവീസും പൂർണ്ണമായിട്ടും ജനങ്ങളോട് പ്രതിബദ്ധത വെച്ചു പുലർത്തുന്ന ഒരു സർവീസ് തന്നെയാണ്. കാര്യക്ഷമതയ്ക്ക് പേരുകേട്ട ഒരു സർവീസ് തന്നെയാണ്. അതൊക്കെ കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാറി പറയേണ്ടി വന്നത്. 2016 ഈ സർവീസിനെ കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാതെ ആയിരുന്നു ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ വർഷങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ, ഈ ഭരണകൂടത്തിൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ വീക്ഷണത്തിൽ ഈ സർവീസിൻ്റെ മേന്മ തിരിച്ചറിഞ്ഞു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരത്തിൽ സേവനത്തിന് ഗുണപ്രദമായ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഒപ്പം ശശികുമാർ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒരിക്കൽ കൂടി നമ്മളല്ല ഓർമ്മിപ്പിക്കുന്നത്, പിണറായി ഓർമ്മിപ്പിച്ച കാര്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുന്നിലെത്തുന്ന ഫയലിൽ എല്ലാം സ്പന്ദിക്കുന്നത് ജീവിതമാണ്. ഓരോ ആളുടെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ജീവൽ പ്രശ്നങ്ങളാണ് ഫയലിനകത്തുള്ളത് എന്ന ധാരണ നമുക്ക് പൊതുവിലുണ്ടാകണം. വളരെയധികം നന്ദി ശ്രീ നാഞ്ചല്ലൂർ ശശികുമാർ. ഒപ്പം ഇർഷാദ് പ്രതികരിച്ചതിന്.